സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിലാണ്, KITS. ഇത് കോട്ടയത്താണ്. വളരെ മനോഹരമായ കോളേജാണ്. അതിലേറെ നല്ല ഒന്നാം തരം കുട്ടികളുമാണ്. അവരവിടെ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയോ പുതിയ പുതിയ സാധനങ്ങളാണ് അവർ നമുക്ക് തരാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. കമാൺ. കിലുക്കം എന്ന മൂവി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് മോഹൻലാലിനെയും ജഗതിയൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ഒന്നുകൂടി ഇരുത്തി ആലോചിച്ചാൽ അടുത്തത് വരുന്നത് തിലകനും ഇന്നസെൻറ്റുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതിൽ ഏറ്റവും മനോഹരമായൊരു കോമ്പിനേഷനാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അത് ഇവരെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. യെസ്, കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിലെ കുട്ടികളാണ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. ഫുൾ എനർജിയിലാണ്. ഇവരിൽ നിന്ന് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്താണ്, ആ കയ്യടിയിൽ തന്നെ ഉണ്ട് അവരുടെ എനർജി. അപ്പം നമുക്ക് ആമുഖങ്ങൾ അധികമില്ലാതെ അങ്ങോട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ വിളിക്കുന്നു ഇവിടെ ഏറ്റവും ബാക്കിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഹൈറ്റ് ഉണ്ടായാലുള്ള കുഴപ്പമില്ല. അതികൊന്ന് മോൻ്റെ പേരെന്താ? എൻ്റെ പേര് അലൻ. അലൻ ഏത് ക്ലാസ്സിലാണ് ഇവിടെ പഠിക്കുന്നത്? ഞാൻ ഇവിടെ BTech ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അവിടെ നാട് എവിടെയാണ്? നാട് പത്തനംതിട്ട. റെഡി, ആക്ഷൻ. എടോ, താൻ എവിടേക്കായി നോക്കണേ? താൻ എന്നെ പൊട്ടം കളിക്ക? ഞാൻ തന്നെയാണോ വിളിച്ചത്? ഒരു കോട്ട് സൂട്ട് വിട്ടൊരു വിറകുള്ളിക്ക് അടിച്ചു പിടിച്ച് ഒരു ലൊടുക്ക് കാറിലിങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നെ ഞാനൊന്ന് ശരിയാക്കി തരാളാം. മുരട്ട് കാളെ. സുപ്രീം കോടതി മുതൽ താൻ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയതല്ലേ? ഇത്രയും കാലം ഞാനത് കേട്ടത് എന്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടയ്ക്കും കാശുണ്ടായ ഏത് പാവപ്പെട്ടവന്റെ തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലമായി ഞാനിത് സഹിക്കാൻ തുടങ്ങിയിട്ട്. 35 കൊല്ലമായിട്ട് ഞാനിത് സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇതെല്ലാം തിരിച്ചു വിളിക്കുന്ന കാര്യമില്ലേ? പറയില്ല. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? അത് ഞാൻ ഇനി നിന്നെ തിരിച്ചു വിളിക്കും. ഇതിത്ര ഞാൻ തന്നെ തിരിച്ചു വിളിക്കൂടോ? തന്നിട്ടാ അടിച്ചു നിന്റെ 32 പല്ല് ഞാൻ തന്നു. താൻ എന്തോന്നാ വിചാരിച്ചേ? അയ്യോ, അത് റൊമാൻറ്റിക് ആയി പോയി. റൊമാൻറ്റിക് വരണ്ടടാ. അടിച്ചു നിന്റെ 32 പല്ല് ഞാൻ. ഷേപ്പ് ഒന്നൂടെ. എന്തോന്നിട്ടാ അടിച്ചു നിന്റെ 32 പല്ലെവിടെ ഇരിക്കുന്നതാ? She wants to admit me in the mortuary and put cotton in the nostrils and എന്തോന്നിട്ടാ അടിച്ചു നിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ചെരുപ്പല്ല, ഷേപ്പ്. ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് എന്നൊക്കെ ഞാൻ ഇവിടെ കഴിയുമെന്ന് വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ നിക്കണമെന്ന് തന്നെ ഞാൻ പഠിപ്പിക്കാടോ. കുറച്ച് വേലക്കാരെ ഞാൻ എന്റെ വീട്ടിൽ നിർത്തോടോ. താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർഖം പാമ്പിനെയാണല്ലോ ഞാൻ പാല് കൊടുത്ത് വളർത്തിയതെന്ന്. അതേടോ, മൂർഖം പാമ്പിനെ തന്നെയാണോ? എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? എന്താണ് പേര്? ജയലക്ഷ്മി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇവിടെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ്, BTech CSE ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. കറക്റ്റ് വീട് പത്തനംതിട്ട റാന്നി. അപ്പൊ റെഡി, ആക്ഷൻ. എടോ, താൻ എങ്ങോട്ടാണ് നോക്കുന്നത്? ഞാൻ തന്നെയാണ് വിളിച്ചത്. താൻ എന്താ പൊട്ടനാ? കോട്ട് സൂട്ട് വിട്ട് വിറകോളിയും കടിച്ചു പിടിച്ച ഒരു ലൊടുക്ക് കാറിലുള്ള സായിപ്പാവില്ല. എടോ, തന്നെയാ ഇന്ന് ശരിയാക്കി തരാടോ. എടോ മൊരട്ട് കാളെ, സുപ്രീം കോടതിയിൽ നിന്ന് തുടങ്ങിയതാ താൻ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ. ഇത്രയും നാൾ ഞാനത് കേട്ടതേ എന്റെ ഗതികേട് കൊണ്ടാ. തന്നെയാ ഇന്ന് ശരിയാക്കി തരാടോ. ഏത് പേട്ടയ്ക്കും കാശുണ്ടായ പാവപ്പെട്ട എന്റെ തന്തയ്ക്ക് വിളിക്കാന്ന് വിചാരിക്കരുത്. 35 കൊല്ലം ഞാൻ തന്റെ തന്തയ്ക്ക് വിളി കേട്ടു. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ 35 കൊല്ലം താൻ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു. ഇപ്പൊ ഞാൻ അതെല്ലാം തന്നെ തിരിച്ചു വിളിക്കാം.
എടാ താൻ എന്താണോ വിചാരിച്ചത് ജീവിതകാലം മൊത്തം ഞാൻ തന്റെ ചെരുപ്പ് നക്കി ഇവിടെ കിടക്കുമെന്നോ? അടിച്ചു നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റും. എടോ വേലക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ തന്നെ പഠിപ്പിച്ചു തരാം. ഞാൻ എന്റെ വീട്ടിൽ കുറച്ച് വേലക്കാരെ നിർത്തുന്നുണ്ട്, താൻ അത് വന്ന് കാണും. താനിപ്പൊ വിചാരിക്കുന്നുണ്ടാവും മൂർക്കം പാമ്പിനാണല്ലോ പാല് കൊടുത്ത് വളർത്തിയതെന്ന്. അതേടോ, താൻ മൂർക്കം പാമ്പിന് തന്നെയാ പാല് കൊടുത്ത് വളർത്തിയത്. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, നല്ല കാര്യം. എന്താ മോന്റെ പേര്? അഭിനവ്. അഭിനവ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡ് ഇയർ AC. ആളെവിടെയാണ്? കണ്ണൂർ. കണ്ണൂർ. ശരിയല്ലേ? ഓക്കെ, തുടങ്ങി. ഡോ താൻ എവിടേക്കാ നോക്കണേ? ഞാനവിടെ തന്നെ വിളിച്ചേ. ഒരു വിറകൊള്ളിയും ഒരു കോട്ടൺ സൂട്ട് ഇട്ട് ഒരു വിറകൊള്ളിയും കടിച്ചുപിടിച്ച് നാലടക്കൊള്ളാത്ത ഒരു ലൊടുക്ക് കാറിൽ വന്നാ സായിപ്പ് ആവില്ല. ഞെളിഞ്ഞിരുന്ന് വന്നാ സായിപ്പ് ആവില്ല. ഞെളിഞ്ഞിരുന്ന് വന്നാലേ സായിപ്പ് ആവില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. എടാ മൊരട്ട് കാളെ, സുപ്രീം കോടതിയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയല്ലേ നീ എന്റെ തന്തയ്ക്ക്? ഇത്രയും കൊല്ലം ഞാൻ അത് കേട്ടതേ എന്റെ ഗതികേട് വേണ്ട. ഏത് പേട്ടയും കുറച്ച് കാശുണ്ടായാലും ഏത് പാവപ്പെട്ടതിന് തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലം താൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു, അതൊക്കെ ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചു. അടിച്ചിന്റെ മോന്തര അടിച്ച് നിന്റെ മോന്തര ഷേപ്പാറ്റു. താൻ എന്താ വിചാരിച്ചേ? ഇത്രയും കാലം നിന്റെ ചെരുപ്പും നക്കി ഞാനിവിടെ കഴിയുമെന്ന് വിചാരിച്ചാ? വേലക്കാരനോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ കാണിച്ചുതരാം. കുറച്ച് വേലക്കാരെ ഞാൻ വീട്ടിൽ വെക്കുന്നുണ്ട്, എന്നിട്ട് നിന്നെ വിളിച്ച് കാണിക്കാം. താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർഖൻ പാമ്പിനെയാണല്ലോ പാല് കൊടുത്ത് വളർത്തിയേക്കണെന്ന്. അതെടാ, പാല് കൊടുത്ത് വളർത്തിയേക്കണെന്ന്. അതെടാ, മൂർഖൻ പാമ്പിനെ തന്നെയാ പാല് കൊടുത്ത് വളർത്തിയേക്കണം. മൂർഖൻ പാമ്പിന് എങ്ങനെ പാല് കൊടുക്കുന്നത് കാണിച്ചേ? എങ്ങനെ? അപ്പൊ അതെങ്ങനെ അത് കുടിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ കൈ കൊണ്ട് പാല് അതെങ്ങനെയാ അത് കഴിക്കുന്നത്? നിലത്തുനിന്ന് എടുത്ത് കഴിക്കും. ശരി, എന്താ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ. എന്താ പേര് മകനെ? ഓജിസ്. നന്നായിട്ടുണ്ട് കേട്ടോ കമ്മല്. അങ്ങോട്ട് നോക്കുക, അവിടുത്തെ രസമുണ്ട്. പഴയൊരു ഷാറുഖ് ഖാന്റെ ലുക്കുണ്ട്. സുന്ദരാ, നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. എവിടെയാണ് വീട്? എവിടെയാണ്? ഇടുക്കി. ഇവിടെ ഏതിനാ പഠിക്കുന്ന പറഞ്ഞാൽ? ഞാൻ ഇലക്ട്രിക്കല് തേർഡ് ഇയർ. തുടങ്ങാം. ഓക്കെ, ആക്ഷൻ. എടോ മൊരട്ട് കാളെ, എടോ താൻ എങ്ങോട്ടാണോ നോക്കണേ? താൻ എന്താ പൊട്ടം കളിക്കാ? ഞാൻ തന്നെ തന്നെയാണോ വിളിച്ചത്? ഒരു കോട്ട് സൂട്ടും ഇട്ട് വിറകൊളിയും വായി കടിച്ചു പിടിച്ച് ഒരു ലൊടക്ക് കാറിൽ ഞെളിഞ്ഞിരുന്നുണ്ടല്ലോ, സായിപ്പാവില്ല. നിന്നെ ഞാൻ ശരിക്കും തരാടാ മൊരട്ട് കാളെ. സുപ്രീം കോടതി തൊട്ട് താൻ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നല്ലേ, അതൊക്കെ ഞാൻ ഇത്രയും നാളും കേട്ടിരുന്നതേ എന്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടയ്ക്കും കാശുണ്ടായാലും ഏത് പാവത്തിന്റെ തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചല്ലേ, അതൊക്കെ ഞാനിപ്പോ തിരിച്ചു വിളിച്ചിരിക്കുന്നു വിചാരിക്ക. എന്ത് ഇന്നാരെയാണോ എന്തോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെയായിരിക്കും. അടിച്ചതിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. താൻ എന്താ വിചാരിച്ചേ? ഞാൻ ജീവിതകാലം മൊത്തം തന്റെ ചെരുപ്പിന്റെ അല്ല, താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മൊത്തം ഞാൻ തന്റെ ചെരുപ്പ് നോക്കി ഇവിടെ ജീവിക്കുന്നോ? വേലക്കാരെ എങ്ങനെ നോക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. കുറച്ച് വേലക്കാരെ എന്റെ വീട്ടിൽ വെക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കണോ? മൂർഖൻ പാമ്പിനെയാണല്ലോ താനിപ്പോ വിഷം കൊടുത്ത് വളർത്തിയേക്കുന്നത്. വളരെ വിചിത്രമായ ഒരു സാധനമായി പോയി. വരി 4 എണ്ണം കൊണ്ടുവന്നിരിക്കുന്ന ചക്കീല പാമ്പ് പോയിട്ട് മറിയ പാമ്പ് എന്റെ 7 അയൽവക്കത്ത് വരൂല. താനിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും, അത് കുറച്ച് ആക്ടിയൊക്കെ പറ. താനിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും മൂർഖൻ പാമ്പിനെയാണല്ലോ പാല് കൊടുത്തി വളർത്തിയേക്കുന്നതെന്ന്. അതേടോ, മൂർഖൻ പാമ്പിനെ തന്നെയാ താൻ പാല് കൊടുത്തി വളർത്തിയേക്കുന്നത്. പേരെന്താ? ലക്ഷ്മി. ലക്ഷ്മി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫൈനൽ ഇയർ. അപ്പോൾ ലക്ഷ്മിയെ കുറിച്ച് ഇവിടെ എല്ലാവരും പറയുന്ന മനോഹരമായി പാട്ട് പാടുന്ന ഒരാളെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഒരു പാട്ടിൽ എന്ത് തുടങ്ങണം? പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ല
കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി. ഓക്കെ, നന്നായിരുന്നു. നന്നായി പാടി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. താൻ എവിടേക്കാ നോക്കണേ? തന്നെയാണോ ഞാൻ വിളിക്കുന്നേ? താൻ എന്താ പൊട്ടം കളിക്കുക? ഒരു കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകുള്ളി കടിച്ചു പിടിച്ച് നാലണയ്ക്ക് കൊള്ളാത്ത ലൊടുക്കുകാരെ വന്നിറങ്ങിയാൽ ഞെളിഞ്ഞിരുന്ന സായിപ്പാവുമോ? തന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാടോ. എടാ മുരട്ട് കാളെ, ഇല്ലത്തെ തമ്പുരാനോട് സംസാരിക്കാൻ കുറച്ചുകൂടെ അത് ഗംഭീരമാകാം. എടാ മുരട്ട് കാളെ, സുപ്രീം കോടതി മുതൽ താൻ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നല്ലേടോ. ഇത്രയും നാളെ ഞാൻ ഇത് കേട്ടത് എന്റെ ഗതികേട് കൊണ്ടാ. തന്നെ ഞാനിന്ന് ശരിയാക്കി തരാം. ഏത് പേട്ടയ്ക്കും കാശുണ്ടായ ഏത് പാവപ്പെട്ടവന്റെ തന്തയ്ക്ക് വിളിക്കാന്ന് തോന്നുന്നുണ്ടാവും. 35 കൊല്ലം താൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു, അതെല്ലാം ഞാൻ തന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നതോ. തടിച്ചു നിന്റെ എന്താണ് ഇത്? അടിച്ചു നിന്റെ മോന്തര ഷേപ്പ് മാറ്റും. തന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ എന്റെ താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ ഞാൻ തന്റെ ചെരുപ്പം നക്കി ഇവിടെ കഴിയുമെന്നോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാടോ. എന്റെ വീട്ടിലും ഉണ്ട് 5-6 പേര്. ലോട്ടറിയൊക്കെ അടിച്ചിട്ട് വേണം വേലക്കാരെ നിർത്താൻ പുള്ളിക്ക്. അപ്പൊ അത് പറ. ഞാനും കുറച്ച് വേലക്കാരെ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്. താൻ വന്ന് കാണ്. താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർഖം പാമ്പിനെ ആണല്ലോ ദൈവമേ പാല് കൊടുത്ത് വളർത്തിയ. അതേടോ, മൂർഖം പാമ്പിനെ തന്നെ താൻ പാല് കൊടുത്ത് വളർത്തിയ. എന്താണ് പേര്? ജിനോ, IC 3rd year സ്റ്റുഡന്റ്. എവിടെ നാട്? ചെങ്ങന്നൂർ, ആലപ്പുഴ. പാട്ട് പാടൂല്ലേ? ആ പാട്ടും പാടും, റീലും എടുക്കും, റീലും ചെയ്യും. ആണോ? ഓക്കെ, റീൽ ഇൻസ്റ്റയിലാണ്. അപ്പൊ എന്തായാലും ആ പാട്ടിൽ അങ്ങ് തുടങ്ങും. कभी जो बादल बरसे न देख तुझे आंखें भर के तो लगा तुझे पहली बारिश की दुआ तेरे पहलू में रह लूं मैं खुद को पागल कह लो तो हम दे खुशियाँ सहनू साथिया कभी जो बादल बरसे न देख तुझे आंखें भर के तो लगा तुझे पहली बारिश की दुआ तेरे पहलू में रह लूं मैं खुद को पागल कह लो तो हम दे खुशियाँ सहनू साथिया. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടല്ലേ? എനിക്കൊന്ന് റീലിലൊക്കെ ഫുള്ള് പാട്ടുകളാണോ ചെയ്യുന്നത്? അല്ല, പക്ഷെ പാട്ടുകൾ ചെയ്യണം കേട്ടോ. മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ഒരു നല്ല രസമുണ്ട് ആ വോയിസ്. ഇനി നമുക്ക് അഭിനയം അങ്ങോട്ട് എടുത്ത് എക്സ്പ്ലോർ ചെയ്തു. റെഡി, ആക്ഷൻ. താൻ എവിടെയായി നോക്കണേ? താൻ എന്തോ പൊട്ടം കളിക്കുകയാണോ? എടോ തന്നെയാടോ ഈ വിളിച്ചത്? എടോ ഒരു കോട്ടും സൂട്ടും ഇട്ടോ ഒരു വർഗ്ഗ കൊള്ളി എടുത്തിട്ട് എന്തുവായിരുന്നു കടിച്ചു പിടിച്ചു വെച്ചിട്ട് 4 അണക്കാ എന്തുവായിരുന്നത്? കയ്യാപത്തോ? അയ്യോ, അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. ഒരു കോട്ട് സൂട്ടും ഇട്ട് ഒരു വർഗ്ഗ കൊള്ളിയും കടിച്ചു പിടിച്ചിട്ട് 4 അണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക് കറി ഞെളിഞ്ഞിരുന്ന ഒരു ചായ്പാകത്തില്ലടോ. നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എടാ മൊരട്ട് കാളെ, സുപ്രീം കോടതി തൊട്ട് താൻ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയതാ. ബാക്കി എന്തായിരുന്നു? ഇത്ര നാളും കേട്ട എന്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടയ്ക്ക് കാശുണ്ടാക്കിയാല് ഏത് പാവപ്പെട്ടവനെയും തന്തയ്ക്ക് വിളിക്കാൻ പറ്റും. 35 കൊല്ലമായിട്ട് താൻ എന്റെ തന്തയ്ക്ക് വിളിക്കല്ലേ. ഞാൻ അത് ഇനി തിരിച്ചു വിളിച്ചാലോ? എങ്ങനെ?
പഠിപ്പിച്ച് ബാക്കി അടിച്ച് 32 ഷേപ്പ് അങ്ങോട്ട് മാറ്റി. 32 ഷേപ്പോ? എന്റെ അല്ല, പള്ളി. 32 അല്ലല്ലോ, 32 പല്ലല്ലേ? ഇപ്പൊ ശരി. ഇല്ല, ഇപ്പൊ 32 പല്ല് എവിടുന്ന് വന്നു? നിങ്ങൾക്ക് അത് മനസ്സിലായില്ല. അതിന്റെ പല്ലില് 32 അല്ലേ കൊച്ചില് വരുന്നത്, പിന്നെ 2 പല്ല് കൂടുവല്ലേ? അങ്ങനെയല്ല കഥ. അല്ലേ? എടാ ആമ എത്ര ഉണ്ടായിരുന്നു? എത്ര 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 ശരിക്കും ആമ എത്ര ഉണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു? അപ്പൊ ഇത്ര നാളും ബയോളജി പറ്റിച്ചാണോ? അല്ലെന്ന് ഷേപ്പുമായിട്ട് നമ്മളെ സ്ക്രിപ്റ്റിൽ അതില്ല. അയ്യോ സോറി, ഒരു കയ്യപ്പത്തം. ഓക്കെ. അടിച്ചിന്റെ ഷേപ്പ് മാറ്റും ഞാന്. ആ, താൻ എന്താ വിചാരിച്ചേക്കുന്നത്? ജീവിതകാലം മുഴുവൻ ഞാൻ തന്നെ ചെരുപ്പ് നക്കിക്കൊണ്ട് നടക്കുമെന്നോ? വേലക്കാരെ എങ്ങനെ ഹിന്ദിയിലേക്കൊക്കെ പോവാണ് കേട്ടോ. വേലക്കാരെ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പഠിപ്പിച്ചു. എന്റെ വീട്ടിൽ ഞാൻ കുറച്ച് വേലക്കാരെ കൊണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇപ്പട്ട നോക്കട്ടോ. ആ, ഇപ്പൊ താൻ വിചാരിച്ചോണ്ട് വിചാരിച്ചോണ്ട് വരുവാ. മലയാളം തെറ്റുന്നു. ഇപ്പൊ താൻ വിചാരിക്കുന്നുണ്ടാകും ഒരു മൂർഖൻ പാമ്പിനെ പാല് കൊടുക്കുന്നതെന്ന്. അതേടോ, മൂർഖൻ പാമ്പിനെ തന്നെയാ പിടിച്ചു വെച്ചേക്കുന്നത്. ശരി. പറഞ്ഞില്ല. വളരെ മനോഹരമായിട്ടാണ് മലയാളം അദ്ദേഹം ഡെലിവറി ചെയ്യുന്നത്. ഭയങ്കര രസമുണ്ട്. അപ്പോ ഒളരിയിലെ മുരളി കളരി പഠിച്ചു എന്ന് പറഞ്ഞു. അയ്യോ, ഒളരിയിലെ മുരളി കളരി പഠിച്ചു. എന്തുവാ? ഒളരി. ഒളരി. വാ, ഒരു സ്ഥലപ്പേരാ ഒളരി. ഒളരി. ആ, ഒളരി. അവിടുത്തെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരി മുളരി മുരളിയല്ല, മുരളി. മുരളി. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. നിക്ക്. ഒരളിയിലും മുരളി എന്തോ ഒളരി. ഒളരി. ആ, ഒളരിയിലും മുരളി കളരി പഠിച്ച്. ഒളരി. ഒളരി തെറ്റി പോന്നു. ഒളരി ഒരു കയ്യപ്പം. ഒളരിയിൽ മുരളി കളരി പഠിച്ച്. ഓ, ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. എന്താണ് പേര്? ബിഞ്ചു മരിയ. ബിഞ്ചു മരിയ മനോഹരമായിട്ട് പാടുമെന്നൊക്കെ ഞാൻ അറിയാം. ഏതിനാ പഠിക്കുന്നത്? ഞാൻ 3rd ഇയർ. എവിടെയാണ്? നാട് എവിടെയാണ്? കണ്ണൂര്. തുറന്ന താൻ എവിടെയും നോക്കണേ? താൻ എന്താ പൊട്ടം കളിക്കാണോ? തന്നെ തന്നെയാ വിളിച്ചത്. ഏതില്ലത്തായി പറയുന്നത്? സമ്രാട്ട് ഏതില്ലെന്നാണ് വരണത്? കോട്ട് സൂട്ട് ഇട്ട് വിറക് കൊള്ളി കടിച്ചു പിടിച്ച് 4 അണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക് കാറിൽ ഞെളിഞ്ഞിരുന്നാലും സായിപ്പാവില്ലടോ. തന്നെ ഞാൻ ശരിയാക്കി തരാടോ. മൊരട്ട് കാളെ, സുപ്രീം കോടതിനെ താൻ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയതല്ലേ? ഇത്രയും നാൾ ഞാനത് കേട്ടത് എന്റെ ഗതികേട് കൊണ്ടാടോ. അവിടെ കരഞ്ഞ കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷാശ്രു. ഏത് പേട്ടയ്ക്ക് കാശുണ്ടായാൽ പാവപ്പെട്ടവന്റെ തന്തയ്ക്ക് വിളിക്കും. 35 കൊല്ലം ഞാൻ അത് കേട്ടടോ. ആ തെറിക്ക് ഞാൻ തന്നെ വിളിച്ചേക്കും. ഭയങ്കര രസകരമായിട്ട് മോഡുലേഷനായിരുന്നു കേട്ടോ. ദാന തന്റെ മുഖത്തിന്റെ ഷേപ്പ് അടിച്ചു മാറ്റും. അതൊക്കെ എന്ത് റൊമാൻറ്റിക് ആയിട്ടാണ് ഷേപ്പ് അടിച്ചു മാറ്റും. താൻ എന്താ വിചാരിച്ചേ? തന്റെ ചെരുപ്പ് കാക്കി ജീവിക്കും. ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നക്കി ജീവിക്കും എന്നാണോ വിചാരിച്ചിരിക്കുന്നേ? വേലക്കാരോട് എങ്ങനെ പെരുമാറണേന്ന് ഞാൻ പഠിപ്പിച്ചു തരാം തന്നോട്. എന്റെ വീട്ടിൽ ഞാൻ കുറച്ച് വേലക്കാരെ വെക്കുന്നുണ്ട്, താൻ വന്ന് കാണ്. താൻ വിചാരിക്കും മൂർഖൻ പാമ്പിനെ പാല് കൊടുത്ത് വളർത്തിയെന്ന്. അതേടോ, മൂർഖൻ പാമ്പിനെ തന്നെയാ പാല് കൊടുത്ത് വളർത്തിയത്. ഒന്ന് പതപ്പിച്ചതാ, അത് ഏറ്റു. KITS കുട്ടികൾ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. ഇനിയും ഒരു ബാച്ച് അവിടെ നിൽപ്പുണ്ട്. അപ്പം തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.